ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ബിരിയാണിയുടെ പണി തുടങ്ങാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കാം ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ രാവിലത്തെ ഒരു ചായ, യൂഷ്വലി ഇവിടെ ചായ ആരും കുടിക്കാറില്ല. അപ്പം ഞാനും ഫരിയൂനും മാത്രമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബൂസ്റ്റാണ്. അതും നിർബന്ധമില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഒരു 1/2 kg ഓണിയൻ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്പൈസ് കുറവായിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ടൊമാറ്റോസ് ഏകദേശം ഒരു 4 എടുക്കണം. ഞാനൊരു 1/2 kg to 3/4 kg, ഒരു 500 to 700 ഗ്രാമോളം ഉണ്ടാകും ചിക്കൻ. പിന്നെ കുറച്ച് സ്മോൾ ഓണിയൻസ്, പിന്നെ കറിവേപ്പില, മല്ലി, പുതിന, തൈര്. യൂഷ്വലി ബിരിയാണിയിൽ ആഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. റെഡിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനവും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓണിയൻസ്, ടൊമാറ്റോസ് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരും ബിരിയാണി ഉണ്ടാക്കുന്നത് ഓരോ സ്റ്റൈലിലായിരിക്കും. ഇത് എൻ്റെ ഒരു സ്റ്റൈൽ ബിരിയാണിയാണ്. നമ്മൾ റൈസ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് ദം ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ബിരിയാണി അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹോട്ടൽസിലെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് തമിഴ്നാട് സ്റ്റൈലുണ്ട്, കേരള സ്റ്റൈലുണ്ട്, അങ്ങനെ ട്രിവാൻഡ്രം സ്റ്റൈൽ, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ബിരിയാണീസ് ഉണ്ട്. ഇത് നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പോലെ സ്പൈസസൊക്കെ കുറച്ചിട്ട്, ഓയിലൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിരിയാണീസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതിന് വേണ്ട സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഈസി ആയിരിക്കും. ഓരോന്നും ആ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളെ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളെല്ലാ വെജിറ്റബിൾസും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും എല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഓരോ ബോക്സുകളിലാക്കി വെച്ചാലും രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് അരി മാത്രം കഴുകി വെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിവിടെ ടൊമാറ്റോസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ജ്യൂസസ് ഒന്നും പോവാതെ തന്നെ നമ്മളെടുക്കാം. അതിൻ്റെ ജ്യൂസ് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ തൈര് അധികം ആഡ് ചെയ്യേണ്ടി വരില്ല, പുളിയുള്ള തൈര് ആഡ് ചെയ്യേണ്ടി വരില്ല. ഞാനങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. യൂഷ്വലി ഞാനിവിടെ ഫരിയൂൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. മോർണിംഗ് ഫരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വെയിലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കൊണ്ടാട്ടം മുളക് ഉണക്കി എടുക്കാമെന്ന് വെച്ചു. നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചതായിരുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉണക്കിയെടുക്കുകയാണ്. അതും സ്പൈസ് ഇല്ലാതെയാണ് എടുക്കുക, എന്ന് വെച്ചാൽ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം തൈരിലിടാം. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൽ സോൾട്ടും കാശ്മീരി ചില്ലി മാത്രമേ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. അതുപോലെ റൈസും വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 ടൈംസ് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. ബിരിയാണി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സോൾട്ട്, റൈസ് വേകാൻ ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് കറി ലീവ്സ്, മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ് ഇതെല്ലാം ആഡ് ചെയ്തു.
അപ്പോൾ തന്നെ നമ്മൾ ഓയിലിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 80% കുക്കായാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഏകദേശം ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഓയിലധികം യൂസ് ചെയ്യാതാണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഓയിൽ ഉണ്ടാവും. അത് ക്ലോസ് ചെയ്ത് വയ്ക്കാം, തിളയ്ക്കട്ടെ. നമുക്ക് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 80% കുക്കായാൽ മതി. അപ്പം മോൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതെ, അപ്പോഴേക്കും നമ്മൾ ഇവിടെ വെള്ളം തിളച്ച് വന്നു. നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചിക്കനെല്ലാം വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണ തന്നെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഹോൾ സ്പൈസസും ആഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻസും ആഡ് ചെയ്യുക. കറി ലീവ്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓണിയൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം കുക്കായി വരും. അപ്പോൾ ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, സ്മോൾ ഒണിയൻ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ ഓയിലിൽ സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ. ഇപ്പം ആഡ് ചെയ്ത ഈ പേസ്റ്റിൻ്റെ റോ സ്മെല്ല് പോയാൽ മാത്രമേ പോയി ആ എണ്ണയിൽ അത് കുക്കായി വന്നാൽ മാത്രമേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാം. ഒരു 3 to 4 minutes അത് വഴന്ന് വരുന്നത് വരെ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ, അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച കൊറിയാൻഡർ ആൻഡ് മിൻറ്റ് ലീവ്സ് ഇതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആഡ് ചെയ്തിട്ട് നല്ലൊരു മാഷി കൺസിസ്റ്റൻസി, ടൊമാറ്റോസൊക്കെ റോ സ്മെല്ലൊക്കെ പോയി നല്ല മാഷി ആയിട്ട് വരുന്നവരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ടൊമാറ്റോസൊക്കെ ഏകദേശം കുക്കായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, ദെൻ കൊറിയാൻഡർ പൗഡർ, ഗരം മസാല പൗഡർ, പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പോൾ സ്പൈസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മാത്രം ആഡ് ചെയ്താൽ മതി. അതും ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട്, കാരണം ചിക്കൻ ഓൾറെഡി നമ്മൾ ചില്ലി പൗഡറും ടർമറിക് പൗഡറും സോൾട്ടും വെച്ച് മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും ഒരു സ്പൈസിനെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കുക്കാവാൻ വേണ്ടി നമ്മളൊരു 4 tablespoons തൈര് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ നമ്മളൊരു 80% അല്ലേ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ തൈരിലും മസാലയെല്ലാം കിടന്ന് വേകുമ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരും. നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ ആഡ് ചെയ്തിട്ട് മസാലയും ചിക്കനും കൂടെ നന്നായി മിക്സ് ആവുന്നത് പോലെ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയ്ക്കൊരു ഷെയ്ക്ക് വരുന്നത് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒരു പെർഫെക്റ്റ് അല്ലാത്തത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമ്മളപ്പോഴേക്കും സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി തൈര്, ദെൻ കൊറിയാൻഡർ ലീവ്സ്, ടൊമാറ്റോ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോസൊക്കെ കട്ട് ചെയ്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓണിയൻസാണ് ആഡ് ചെയ്യുന്നത്. കുട്ടികൾക്കും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി ഓപ്ഷണലാണ്. കുറച്ച് സോൾട്ടും കുറവായിട്ടേ. അപ്പോൾ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പോട്ടിലാണ് നമ്മൾ റൈസ് ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു.
അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയൻ, കാഷ്യൂ നട്ട്സ് അതെല്ലാം ആഡ് ചെയ്യുക. യൂഷ്വലി എല്ലാപ്പോഴും ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ കുറച്ച് മസാല അതിൻ്റെ മുകളിൽ അത് നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ്, റൈസും മസാലയും. ലെയർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം ഏകദേശം ഫുൾ ലെയർ ചെയ്തിട്ടുണ്ട്. ഇവരെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ദം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. മുസംബി ജ്യൂസ്, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുസംബി ജ്യൂസ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടെടുത്ത്, നിങ്ങൾക്ക് റൈസ് വൈറ്റ് കളറിൽ സെപ്പറേറ്റ് വേണം, അതേപോലെ തന്നെ മസാല വേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു, എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നമ്മൾ പഠിക്കാനെത്തിയിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പായസം, ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം ഇല്ലാതെ എന്തല്ലേ, പായസം ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. എനിക്കിങ്ങനെ വാഴയിലയിൽ പപ്പടം, പഴം, പായസം എല്ലാം വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മൈ ഫേവറേറ്റാണ് എൻ്റെ. ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അത് കഴിക്കുമ്പോൾ തന്നെ. നമ്മൾ പ്ലേറ്റിലൊക്കെ എത്ര ഇട്ട് കഴിച്ചാലും, ബൗളിലോട്ട് കഴിച്ചാലും, ഇലയിലിട്ട് കഴിക്കുന്ന ആ ഒരു സുഖം വരില്ല. അപ്പോൾ നമ്മൾ വൈകിട്ട് ഫരീനെ കൊണ്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി പാർക്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.